ഇന്നത്തെ സമകാലികത്തിലുള്ള വ്യക്തിയെ അതെ, അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ്. കാസർഗോഡ് നിന്നുള്ള അബ്ദുറഹ്മാൻ അദ്ദേഹമാണ് ഇന്ന് ഈ ഒരു മോർണിംഗ് ലൈവിൽ അതിഥിയായിക്കൊണ്ട് ചേരുന്നത്. അദ്ദേഹം വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതുപോലെ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരിൽ പ്രധാനി കൂടിയാണ് പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ക. അബ്ദുറഹ്മാൻ ക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാ. സുഖാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കുടുംബവും കാര്യങ്ങളൊക്കെ? ഡെസ്റ്റിനേഷൻ പറഞ്ഞു. കാസർഗോഡ് എവിടെയാണ് കറക്റ്റ്? എക്സിക്യൂട്ടീവുകളുണ്ട്. കാസർഗോഡ് എവിടെയാണ് നിങ്ങൾ കറക്റ്റ്? കാസർഗോഡ് ടൗൺ ചെമ്മനാട് പരവനടുക്കം എന്ന് പറയും. നാടിന്റെ പേര് നെച്ചിപ്പടുപ്പ്. ഒരു 3 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ ഒരു 5 കിലോമീറ്റർ ഉണ്ട്. കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അടുത്താണ്. എല്ലാവരും ആ പോയിന്റ് നോട്ട് ചെയ്യുക. റെയിൽവേ സ്റ്റേഷൻ ഇത്ര ദൂരം എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി പറയൂ അബ്ദുറഹ്മാൻ. കുടുംബവും ഭാര്യയും 3 മക്കളുണ്ട്. മൂത്ത മകന് 9ൽ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ മകന് 5ലാണ്. പിന്നെ ചെറിയ കുട്ടി 5 വയസ്സായി. 3 ആൺമക്കളാണ്. പിന്നെ വീട്ടിൽ ഉമ്മയുണ്ട്. പാപ്പ 7-8 വർഷമായി മരണപ്പെട്ടിട്ട്. അൽഹംദുലില്ലാഹ്. ഓക്കെ, പിന്നെ എന്താണ് നിങ്ങളെ ജോലി? എന്താണ് ജോലി? കച്ചവടമാണ്. മുമ്പ് ഗൾഫിലായിരുന്നു. പഠനത്തിന് ശേഷം ഡിഗ്രി കഴിഞ്ഞു. പഠനത്തിന് ശേഷം ഗൾഫിൽ പോയി. ഇത് 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് പലചരക്ക് കച്ചവടം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ അബ്ദുറഹ്മാൻ ക, ഇന്നിപ്പോൾ ഗസ്റ്റായി വരുമ്പോൾ നിങ്ങളെ കച്ചവടത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കണില്ല, മറിച്ച് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പറയാണ്. നമ്മളൊക്കെ ഇതിൻ്റെ ഭാരവാഹിത്വത്തിലിരിക്കുമ്പോൾ ഒരുപാട് യാത്രകളും മറ്റുമൊക്കെയായി നല്ല പ്രയാസം നേരിടാറുള്ളത് പലപ്പോഴും ചില യാത്രകളൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും ഈ യാത്ര അതിൻ്റെ അവസാന സമയത്തൊക്കെ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ യാത്രയുടെ പ്ലാനിങ്ങിൽ പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ സംസ്ഥാന ഭാരവാഹിത്വത്തിലും അതുപോലെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ, അപ്പോൾ അവരുടെയൊക്കെ ദീർഘദൂര യാത്രകൾ അതിൻ്റെ ട്രെയിനുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അത് വളരെ പ്രധാനമാണല്ലോ. കാരണം ഏറ്റവും കംഫർട്ടബിളായി നമുക്ക് ദീർഘദൂര യാത്ര പറ്റുന്നത് ട്രെയിൻ വഴിയാണ്. അപ്പോൾ അവിടെ അൽഹംദുലില്ലാഹ് വളരെ വലിയൊരു റോള് ഇപ്പോൾ നമ്മളോടൊപ്പം ലൈവിലുള്ള അബ്ദുറഹ്മാൻക്കെയാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിലൊന്ന് സ്വീകരിക്കട്ടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ജോലി, നമ്മളിപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇടയിൽ കയറി വന്ന ശ്രോതാക്കൾ വിചാരിക്കും ഇദ്ദേഹം ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അല്ല, നമ്മുടെ ഒരു ദഅ്വാ രംഗത്ത് അത്തരമൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ വിഷയത്തിൽ സ്വയം താല്പര്യത്തോടു കൂടി അത്തരം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നത്തെ ലൈവിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിയത് എന്നുള്ളത്. അഥവാ ഇപ്പോൾ നമ്മൾ പറയുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ ഫീൽഡിൽ എത്തിയത് എന്താ വെച്ചാല്, നമ്മള് ആദ്യമായിട്ട് ഒരു 8 വർഷം മുമ്പാണ് സംഘടന ചുമതലകളിൽ എത്തുന്നത്. അങ്ങനെ കോഴിക്കോടും തിരൂരും ഒക്കെ യാത്രകൾ ഉണ്ടാവും. അപ്പോഴാണ് റെയിൽവേനെ കുറിച്ചിട്ട്, അപ്പോൾ കാസർഗോഡ് നിന്ന് കോഴിക്കോടൊക്കെ വളരെ അടുത്താണ്, ജനറൽ ടിക്കറ്റ് എടുത്ത് കയറലാണ്. അപ്പോഴാണ് ഒരു കൂട്ടുകാരന് ഇങ്ങനെ പ്രീ ബുക്കിംഗുള്ള IRTCന്റെ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് അതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ ശ്രോതാക്കളോട് പറയാന്ന് വെച്ചാല്, നമ്മൾ IRCTCന്റെ ഓതറൈസ്ഡ് ആപ്പ് IRCTC റെയിൽ കണക്ട് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആപ്പ് സ്റ്റോറിലും ഐഫോൺ സ്റ്റോറിലൊക്കെ കിട്ടാൻ പറ്റും. പിന്നെ അതല്ലാതെ കുറെ ആപ്പുകൾ വേറെയും പിന്നെ തേർഡ് പാർട്ടി ആപ്പുകൾ ഉണ്ട്. നമ്മൾ IRCTCന്റെ ഓതറൈസ്ഡ് ആപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സ്വന്തം മൊബൈൽ നമ്പറും ഇമെയിൽ ID ഉണ്ടായാൽ അവര് പിന്നെ നമുക്ക് അത് ലോഗിൻ ചെയ്യാൻ പറ്റും. ആ നമ്പറും ID ക്രിയേറ്റ് ചെയ്ത് നമ്മളെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അതുണ്ടാക്കി. അപ്പോൾ യാത്രകൾക്ക് തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് യാത്ര തുടങ്ങി. അങ്ങനെയാണ് പിന്നെ അപ്പോൾ മുൻകൂട്ടിയുള്ള യാത്രകളാകുമ്പോൾ ഒന്നിച്ച് മറ്റു സഹപാഠികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിക്കും, പിന്നെ നമ്മൾ യാത്ര ഉണ്ടല്ലേ, ബുക്കിംഗ് ചെയ്താലോ. അങ്ങനെ അവരൊക്കെ പിന്നെ ടിക്കറ്റിങ് എന്നോട്, അബ്ദുറഹ്മാനെ ടിക്കറ്റ് നീ എടുക്കുമല്ലോ,
അങ്ങനെ പോക്ക് വരവുള്ള ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പൊതുപ്രഭാഷണങ്ങളും അല്ലെങ്കിൽ അല്ലാത്തപ്പെട്ട നമ്മുടെ സംഘടനാപരമായ നമ്മളുടെ ദായിമാരുടെ ഫാക്കൽറ്റീസിന്റെ ഒക്കെ യാത്രകൾ ഉണ്ടാകുമ്പോൾ ടിക്കറ്റ് ജില്ലയിൽ നിന്നുള്ള ടിക്കറ്റ് ഒക്കെ പിന്നെ എന്നെ ചുമതലപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നുള്ളത്. ഓക്കെ. അപ്പോൾ കൂടുതൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആവശ്യം വന്നു, പല വിഷയങ്ങൾ വരുമ്പോൾ. പിന്നെ പരിചയക്കാരും ടിക്കറ്റ് എടുക്കാൻ പരിചയക്കാരും എന്നോട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഇത് സ്വാഭാവികമായിട്ടും എടുക്കാനുള്ള കാരണം അങ്ങനെയാണ്. അബ്ദുറഹ്മാക്ക, അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് ടിക്കറ്റുകൾ എടുക്കുമ്പോൾ അത്തരം ഒരു ഏജൻസി സംവിധാനങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അതൊക്കെ എങ്ങനെയാണ് പിന്നീട് അതിലേക്ക് എത്തിപ്പെട്ടത്? അതെന്ന് വെച്ചാല് നമ്മള് നോർമലി IRCTC ആപ്പിൽ കിട്ടുന്നത് നേരത്തെ 6 ടിക്കറ്റ് ആയിരിക്കും നമ്മളൊരു ID. ഇപ്പോൾ അത് 12 ടിക്കറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഓക്കെ. ആധാർ കാർഡ് നമ്മുടെ നമ്പർ വെച്ചാൽ അവര് അംഗീകരിക്കുകയാണെങ്കിൽ അതിലേക്ക് ലിങ്ക് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം ഒരാൾക്ക് 24 ടിക്കറ്റ് വരെ അവൈലബിൾ എടുക്കാൻ പറ്റും. അത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉള്ള നമ്മുടെ ബ്ലഡ് റിലേഷനുള്ള നമ്മുടെ ബന്ധപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ എടുത്തു കൊടുക്കാനുള്ള ഒരു ഇതാണ്. നേരെ മറിച്ച് പിന്നെ ആ ഒരു ആവശ്യം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റെയിൽവേയുടെ പെയ്ഡ് ആപ്പുകളുണ്ട്. ഒരു വർഷം നിശ്ചിത ഒരു എമൗണ്ട് ഉണ്ട്. അത് റെയിൽവേ ചുമതലപ്പെടുത്തിയ ഏജൻസികൾക്ക് റെയിൽവേ നൽകുന്നതാണ്. നമ്മൾ പിന്നെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നമുക്ക് ബുക്ക് പിന്നെ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയി ടിക്കറ്റ് എടുക്കാൻ പറ്റും. അത് അപ്പോൾ എത്ര നിങ്ങൾ ഒരു അത്തരത്തിൽ വർഷം ഏജൻസി കാര്യങ്ങളൊക്കെ അതിന് എടുത്തിട്ടുണ്ട് ലിമിറ്റഡ് അല്ലേ? ഇല്ല, എത്ര എടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ അതാണ് ഏജൻസി ഇപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത്. ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. അതെ, അൽഹംദുലില്ലാ. ഇത് ഓക്കെ. നമ്മളെ ബുക്ക് പിന്നെ ഇപ്പോൾ ട്രെയിനിലെ ടിക്കറ്റുകൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അതിൽ പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും ബുക്ക് ചെയ്യാൻ അറിയാത്ത ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അതെ, അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് അത് നമുക്ക് സൂചിപ്പിച്ചാൽ നന്നാകും. അത് വെച്ചാല് പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ടിക്കറ്റ് അതിൽ കയറിയാൽ നമുക്ക് പിന്നെ അതിലുള്ളത് വെച്ചാല് നോർമലി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒറ്റ ടിക്കറ്റ് ഇതില് പിന്നെ ഈ 12 എണ്ണം എന്ന് പറഞ്ഞല്ലോ ഒരു മാസത്തില്. ഉം. വെച്ചാല് ഒരേ യാത്രയിൽ നമ്മൾ 6 പേർക്ക് ഒന്നിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഒന്നിലധികം യാത്ര ഒരാളെന്നെ ഉണ്ടെങ്കിൽ ഒരു 6 ടിക്കറ്റ് ഒറ്റ ഇതിലെടുക്കാം. തത്കാൽ ടിക്കറ്റ് എടുക്കുക വെച്ചാൽ 4 ടിക്കറ്റ് ആയിരിക്കും കിട്ടുക നമുക്ക്. ഓക്കെ. പിന്നെ അല്ലാത്തതിൽ 6 ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ആ ചില ആളുകള് തത്കാലം ഇത് എന്താണെന്നുള്ളത് അറിയാത്ത ജസ്റ്റ് ഒന്ന് എനിക്ക് പറയാം, അബദ്ധം പറ്റിയിട്ടുണ്ട്. കേൾക്കുന്ന മനസ്സിലാത്ത ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്. വെച്ചാല് 2 ആൾക്ക് 2 ടിക്കറ്റ് എടുത്തൊക്കെ ഉണ്ട്. ആ പിന്നീടാ മനസ്സിലായത്. ഇപ്പോ ഒരു കൂടുതൽ പഠിച്ചപ്പോ അത് 1-2 പ്രാവശ്യം എടുക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. ആ അപ്പൊ അതില് പിന്നെ നമ്മളെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എടുക്കാൻ വെച്ചാല് നമ്മൾ ഒരു പ്രാവശ്യം നമ്മളെ UPI ID വെച്ച് ചെയ്താല് ഇപ്പൊ ഓട്ടോമാറ്റിക് തന്നെ ആയിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. ചില ആളുകൾ ഡെബിറ്റ് കാർഡൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ UPI ആണ് വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എടുത്ത് പിന്നെ 1-2 പ്രാവശ്യം ID ആക്കി ക്രിയേറ്റ് ചെയ്താൽ വളരെ സിമ്പിൾ ആണ് അത്. പിന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ബ്ലോഗർമാർ ചെയ്ത ഇതിനെ കുറിച്ചിട്ട് ഐഡിയ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതല്ലാതെ എങ്ങനെ ഇത് എടുക്കാം, ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ കണ്ടാന്ന് ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. അത്യാവശ്യം വന്നപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അതാണ് ഈ ഓക്കെ. വിഷയം. പിന്നെ അബ്ദുറഹ്മാക്ക, നമ്മൾ ട്രെയിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ഇത്തരം വിഷയങ്ങൾ, പ്രത്യേകിച്ച് ട്രെയിനിൽ അങ്ങനെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർ ആവണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ചും കൂടി കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ട്രെയിനുകൾ ഈ ട്രെയിനുകൾ പല വിധം ഉണ്ടല്ലോ. ചിലത് എക്സ്പ്രസ് ആയിരിക്കും, ചിലത് ലോക്കലായിരിക്കും. അതേപോലെ അതിൽ കമ്പാർട്ട്മെൻറ്റുകൾ വിവിധ രൂപത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഒരു പിക്ചർ നമ്മുടെ ശ്രോതാക്കൾക്കൊന്ന് കൊടുക്കാൻ തോന്നുന്നു. അതെ അതെ, ധാരാളം ആളുകൾ ഇന്ത്യയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്ന ഒരു യാത്രാ സംവിധാനമാണ് ട്രെയിന്. നമ്മുടെ ഇതിൽ ഒരുപാട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് വന്ദേ ഭാരത്. അതിൽ തന്നെ പുതിയ അപ്ഡേഷനുകൾ പിന്നെ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ രാജധാനി എന്ന് പറഞ്ഞ പിന്നെ ട്രെയിനുകൾ, ദുരന്തോ, അതൊക്കെ പ്രീമിയം ക്ലാസ് ട്രെയിനുകളാണ്. അപ്പൊ അതിലൊന്നും ജനറൽ ടിക്കറ്റ് ഉണ്ടാവില്ല. സാധാരണ നമ്മൾ സ്റ്റേഷൻ ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സാധാരണ വെച്ചാൽ മെമു ട്രെയിനുകൾ കംപ്ലീറ്റ് ജനറൽ കോച്ചുകളുള്ള ട്രെയിനുകളായിരിക്കും. കൂടാതെ പകൽ യാത്രകളിൽ നടത്താൻ പറ്റുന്ന നിശ്ചിത സമയമുണ്ട്. രാവിലെ തുടങ്ങി വൈകുന്നേരം രാത്രിയോട് കൂടി നമ്മൾ കിടന്നു പോകാൻ എക്സാമ്പിൾ വെച്ചാൽ ഇപ്പോൾ ഇവിടുന്നൊക്കെ ഉള്ളത് വെച്ചാൽ ഏറനാട് എക്സ്പ്രസ്, പരശുറാം എക്സ്പ്രസ്, അതൊക്കെ ഇരുന്ന് പോകുന്നത്. അത് കൂടുതൽ കോച്ചുകൾ ജനറൽ ആയിരിക്കും. 1-2 AC ചെയർ കാറുകൾ, CC എന്നായിരിക്കും ഉണ്ടാവുക. 2S എന്ന് പറഞ്ഞാൽ നോർമൽ AC അല്ലാത്ത ചെറിയ തുകക്ക്
പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അല്ല, അതുപോലെ തന്നെ നേരത്തെ സംസാരത്തിൽ അബ്ദുറഹ്മാനൊക്കെ പറഞ്ഞു തത്കാൽ എടുക്കുക എന്ന് പറഞ്ഞല്ലോ. അതെ. അത് ചിലപ്പോൾ ഒരു പക്ഷേ ശ്രോതാക്കൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും ഈ അതെന്താണെന്നുള്ളത്. തൽക്കാലം നമ്മൾ മലയാളത്തിൽ കേൾക്കുമ്പോൾ തൽക്കാലം ആ എടുക്കുന്ന ഒരു ടിക്കറ്റ് തൽക്കാലത്ത് താൽക്കാലികമായിട്ട് ആ എടുക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ആ, വിചാരിച്ചിരുന്നു. അതൊന്ന് അത് തൽക്കാലം എന്താന്നുള്ളതും എങ്ങനെ കംപ്ലീറ്റ് ജനറലുള്ള ട്രെയിനുകൾ പിന്നെ ലോക്കൽ ട്രെയിനുകളായിരിക്കും. പിന്നെ എക്സ്പ്രസ് ട്രെയിനുകളുണ്ട്. ഇപ്പോൾ ആണെങ്കിലും എക്സ്പ്രസ് ട്രെയിനുകളാണ്. സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളുണ്ട്. അപ്പൊ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാല് ഒന്നില് തുടങ്ങുന്ന ട്രെയിൻ നമ്പറുകൾ ഉണ്ടാവും. അത് എക്സ്പ്രസ് ട്രെയിനുകളായിരിക്കും. ആ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ രണ്ടിലായിരിക്കും അതിന്റെ ഡീറ്റെയിൽ തുടങ്ങുക. അങ്ങനെ അപ്പൊ ഉണ്ടല്ലേ? ദീർഘദൂര ട്രെയിനുകൾ കൂടുതലും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളുണ്ടാവും. ഇപ്പൊ നമ്മളെ വന്ദേ ഭാരത് ശ്രദ്ധിച്ചാൽ മതിയാവും. അത് ഉം. അതിന്റെ തുടക്കം രണ്ടിലായിരിക്കും. ആ മാവേലി എക്സ്പ്രസിന്റെ തുടക്കം ഒന്നിലായിരിക്കും, 1663. പിന്നെ അങ്ങോട്ട് പോകുന്ന തിരിച്ചു വരുന്ന ട്രെയിനുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റത്തെ നമ്പറിൽ ഒരു നമ്പർ വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഉം. മാവേലി എക്സ്പ്രസ് കാസർഗോഡ് തിരുവനന്തപുരം 1663 ആണെങ്കിൽ നേരെ തിരിച്ചു വരുന്നത് 604ആയിരിക്കും. ആ അതാണ് ഏകദേശം പോയി വരുന്ന ട്രെയിനുകളുടെ അവസാന ഡീറ്റെയിൽ ഒന്ന് വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്പറിലൊക്കെ അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ടല്ലേ? ഉണ്ട്. നമ്മളിപ്പോ ചോദിച്ച അതെ. ചോദ്യം അദ്രമൊക്കെ പിന്നെ ശ്രദ്ധിച്ചു. എന്താണെന്ന് വെച്ചാൽ ചില ഫെസ്റ്റിവൽ സ്പെഷ്യൽ ഫെയർ ട്രെയിനുകൾ ഉണ്ടാവും. ഇപ്പോ ആ പെരുന്നാളാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ആണെങ്കിൽ, അതുപോലെ ദീപാവലി, ആ സമയത്ത് അഡീഷണൽ ട്രെയിനുകൾ റെയിൽവേ ഇടും. അതിന്റെയൊക്കെ തുടക്കം അധികവും സീറോയിലായിരിക്കും തുടങ്ങുക. ഉം. അതും ട്രെയിൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഫെയർ കൂടി ശ്രദ്ധിക്കണം. വെച്ചാല് നമ്മള് തത്കാൽ റേറ്റ് ഉണ്ടായിരിക്കും. തത്കാൽ വെച്ചാല് പിന്നെ അതൊരു നിശ്ചിത പിന്നെ സ്റ്റേജിലായിരിക്കും അതിന്റെ എമൗണ്ട് ഉണ്ടാവുക. ഉം. ചില നമ്മള് കാസർഗോഡ് നിന്ന് കോഴിക്കോടേക്ക് നോർമൽ ട്രെയിനിലുള്ള സ്ലീപ്പർ ക്ലാസ് 145ആയിരിക്കും ഉണ്ടാവുക. സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ അതിന്റെ റേറ്റ് വ്യത്യാസം 175 വരും. ഉം. ഉം. ഇപ്പൊ പിന്നെ തത്കാലാണെങ്കിൽ പിന്നെ ഇതേ എമൗണ്ട് നമ്മള് പിന്നെ ഇവിടത്തേക്ക് കോഴിക്കോടേക്കാണെങ്കിൽ 395ആണ് നോർമൽ ഫെയർ. ഈ ഏകദേശം കൊല്ലം ആ ദൂരത്തേക്കും തത്കാലിന് ഇതേ ഫെയർ ആയിരിക്കും. അവർ സ്റ്റേജ് കണക്കാക്കിയാണ് തത്കാലിന്റെ ഫെയർ അവർ നിശ്ചയിക്കുന്നത്. അത് ഉം. അതില് മനസ്സിലാവും. അപ്പോൾ ഈ സ്പെഷ്യൽ ട്രെയിനുകളിൽ എമൗണ്ട് ഏതാണ്ട് ഈ തത്കാലിന്റെ എമൗണ്ട് ആയിരിക്കും റെയിൽവേ ഈടാക്കുന്നത്. അത് സ്പെഷ്യൽ ട്രെയിനിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. അത് ആപ്പിൽ കയറി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എമൗണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. യെസ്. അദ്രമൊക്കെ തത്കാല് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. തത്കാല് എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോഴേ സാധാരണ ശ്രോതാക്കൾക്ക് അതൊന്ന് എന്താ ഈ തത്കാല് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. തത്കാലം വെച്ചാല് നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, എന്ന് വെച്ചാല് നമ്മൾ ചില യാത്രകൾ സഡൻ ആയിട്ടും തീരുമാനിക്കുക. ഉം. അതല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല വെയിറ്റിംഗ് ഉണ്ടാവും. പിന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രയൊക്കെ വെയിറ്റിംഗ് കൺഫേം ആവില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ ആളുകൾ ചൂസ് ചെയ്യുന്നതാണ് ഈ തത്കാൽ ടിക്കറ്റ്. അതില് വെച്ചാല് ഒരു ദിവസം മുമ്പ്, പിന്നെ വെള്ളിയാഴ്ചയാണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം വെച്ചാല് വ്യാഴാഴ്ചയാണ്. ഏത് ട്രെയിന് ചില ആളുകൾക്ക് അബദ്ധം പറ്റാറുണ്ട്. അത് വെച്ചാൽ ഇപ്പോ പിന്നെ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ പുറപ്പെടുന്ന ട്രെയിനുകളാണ് ദീർഘദൂര ട്രെയിനുകൾ. അപ്പൊ ആളുകൾ വിചാരിക്കുക കാസർഗോഡ് നിന്ന് എക്സാമ്പിൾ ടിക്കറ്റ് എടുക്കുന്ന ഒരാള് പിന്നെ മൂപ്പര് പിന്നെ കാസർഗോഡ് എത്തുന്നത് പിന്നെ തിങ്കളാഴ്ച ആണെങ്കിൽ അത് ഞായറാഴ്ച ആയിരിക്കും. ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെ അബദ്ധം പറ്റും. മൂപ്പര് നോക്കുമ്പോൾ ഇതിൽ ടിക്കറ്റ് ഒറ്റപോലെ കഴിക്കും. കാരണം ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു മംഗള എക്സ്പ്രസ് 2 ദിവസം മുമ്പ് പുറപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ദിവസം മുമ്പാണ് തത്കാലം സ്റ്റാർട്ട് ആവുക. അത് ശ്രദ്ധിച്ചാൽ ടിക്കറ്റ് അവൈലബിൾ ആവും. പിന്നെ റേറ്റ് മാറ്റം ഉണ്ടാവില്ലേ? പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ് റേറ്റ് മാറ്റം ഉണ്ടാവില്ലേ അപ്പൊ അതില് ആ സമയത്ത് എടുക്കുമ്പോൾ? ഉണ്ടാവും. തത്കാലിൻ്റെതായ ഫെയർ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് സൂപ്പർ ഫാസ്റ്റില് പിന്നെ നോർമൽ എമൗണ്ട് പിന്നെ 395 പിന്നെ അത് ഞാൻ പറഞ്ഞ സൂപ്പർ ഫാസ്റ്റിലാണെങ്കിൽ തത്കാലിന് എമൗണ്ട് 425. 145 രൂപയുള്ള ട്രെയിനിന്റെ തത്കാലിന്റെ ഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 395 175 രൂപയുള്ള സ്ലീപ്പർ ക്ലാസിന്റെ ടിക്കറ്റ്. എ സിയിലാണെങ്കിൽ 555 രൂപയുള്ള സൂപ്പർ ഫാസ്റ്റിന്റെ ടിക്കറ്റിന് 1125 മറ്റോ ആണെങ്കിൽ 1125 1150 മറ്റാണ്. ഡബിളാണ് തത്കാലിന്റെ ചാർജ്. മാത്രം നമുക്ക് വെച്ചാല് പിന്നെ അത് വെച്ചാല് നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ തത്കാലിന്റെ ടൈറ്റ് ആയിരിക്കും. ശനി ഞായർ വീക്കെൻഡുകളിലായ ദിവസങ്ങള് ഫെസ്റ്റിവല് കൂടാതെ അഡീഷണൽ വെച്ചാൽ നല്ല തിരക്കുണ്ടാവും. ടിക്കറ്റിന് കിട്ടൽ ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ എടുത്ത് പരിചയമുള്ള ആളുകൾക്ക് സമയത്തിന് വെച്ചാൽ എ സി ടിക്കറ്റ് 10 മണിക്കാണ് സ്റ്റാർട്ട് ആവുക.
തലേ ദിവസം അല്ലേ? തലേ ദിവസം. അതെ, തിങ്കളാഴ്ചയാണ് യാത്ര, ഞായറാഴ്ച തലേ ദിവസം ആ ടിക്കറ്റ് തുടങ്ങുക. പിന്നെ 10 മണിക്ക് AC ടിക്കറ്റ് 10 മണിക്കും, സ്ലീപ്പർ പിന്നെ നോൺ AC ടിക്കറ്റുകൾ 11 മണിക്കാണ്. അതിന്റെ ലോഗിന് 5 മിനിറ്റ് മുമ്പ് സ്റ്റാർട്ട് ആവും. അപ്പൊ നേരത്തെ ഇപ്പോ 10 മണിക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരാള് 9:50 ലോഗിൻ കയറിയാല് അയാൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റൂല. ആ സമയമാകുമ്പോൾ ലോഗൗട്ട് ആയിപ്പോകും. നമ്മള് ഓ. അപ്പോ ശ്രദ്ധിക്കണ വെച്ചാല് പിന്നെ 9:57 58 ഇവിടുന്ന് കയറണം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കണ വെച്ചാൽ നല്ല റേഞ്ച് വ്യത്യാസമാണ്. തത്കാലൊക്കെ കിട്ടണമെങ്കിൽ സ്പീഡ് നെറ്റൊക്കെ ഉള്ള ആളുകൾക്ക് അത് കിട്ടും. ഇല്ലെങ്കിൽ ആ സമയം വെച്ചാല് തത്കാലം വെച്ചാൽ ഇന്ത്യയില് റെയിൽവേ ഏത് ടിക്കറ്റ് ആണെങ്കിലും ആര് എവിടത്തേക്ക് പോകുന്നതാണെങ്കിലും അതാണ് അതിന്റെ സമയം. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അല്ലാത്തതാണെങ്കിലും സമയം അതാണ്. അത് വെച്ചാൽ നല്ല ട്രാഫിക് ആയിരിക്കും ഇതില്, ആപ്പില് അതെ കുറെ അതെ. സമയം. നെറ്റില് പിന്നെ അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന വിഷയമാണ് നെറ്റ്. ഓക്കെ. അതുപോലെ ദ്രവക നമ്മൾ കുറച്ചും കൂടി ഒരു സാധാരണക്കാരുടെ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സീറ്റും ഒരു കോച്ച് നമ്പറും കാര്യങ്ങളൊക്കെ ബോഗിയുടെ നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എസ്സിൽ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഓരോ പിന്നെ അതെ അതെ ബോഗികളുടെയും ആ ഒരു നമ്പർ എസ്സിൽ തുടങ്ങുന്നത് ഇപ്പോൾ സ്ലീപ്പറാണല്ലോ. S1 S2 അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ മറ്റുള്ള അതെ അതെ. പിന്നെ കോച്ചുകൾ. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ സീറ്റ് ഇത്രാമത്തെ സീറ്റ് അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക കറക്റ്റ്? കണ്ടുപിടിക്കാന്ന് വെച്ചാല് ഇപ്പൊ അതന്നെ എ സിയില് കുറെ കാറ്റഗറി ഉണ്ട്. പിന്നെ BE അത് ചില ആളുകൾ അറിയാത്തതാണ്. BA എന്ന് വെച്ചാൽ തേർഡ് ടയർ AC ആണ്. BE എന്ന് വെച്ചാൽ റെയിൽവേയിൽ എക്കോണമി, തേർഡ് AC എക്കോണമി. അതിൽ ഫെയർ മറ്റേ ലേശം കുറവുണ്ടാവും. അത് പിന്നെ അതിന്റെ വിഷയം എന്ന് വെച്ചാൽ സാധാരണ നമ്മളെ തേർഡ് AC ക്ലാസ്സിൽ 8 ഇതായിരിക്കും ഒരു കോച്ചില് പിന്നെ ഒരു റോൾ ഉണ്ടാവുക. അങ്ങനത്തെ ഒരുപാട് റോളുകൾ ഉണ്ടാവും. ഇതിലാണെങ്കിൽ സൈഡ് സീറ്റില് പിന്നെ 2 ആയിരിക്കും ഉണ്ടാവുക. ഈ തേർഡ് എക്കണോമിയിൽ അവിടെയും 3 ഉണ്ടാവും. മൊത്തം ഒരു റോല് 9 ടിക്കറ്റ് സീറ്റ്സ് ഉണ്ടാവും. അതാണ് പിന്നെ അതില് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അത് മനസ്സിലാക്കാന്ന് വെച്ചാല് പിന്നെ ട്രെയിനിൽ AC കോമ്പാർട്ട്മെന്റ് പിന്നെ അല്ല ചില ട്രെയിനുകൾ പിന്നെ കൂപ്പ എന്ന് പറയുന്നുണ്ടാവും. അത് ഒരു 4 പേർക്കുള്ള ഒരു ഹൗസ് പോലെ ചെറിയ ഇതാണ്. പിന്നെ 2 ടയർ വെച്ചാൽ ഒന്നില് 2 2 2 അങ്ങനെ 6 സീറ്റുകൾ. അതാണ് കോച്ചില് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാല് പിന്നെ മുമ്പൊക്കെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ബോർഡുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ ട്രെയിൻ നമ്പറാണ് അതിൽ മെയിൻ ആയിട്ട് അറിയേണ്ടത്. ട്രെയിൻ നമ്പർ നമ്മൾ അറിഞ്ഞാല് റെയിൽവേ സ്റ്റേഷൻ പോയാല് പിന്നെ ബോർഡ് പിന്നെ പല മെയിൻ സ്റ്റേഷനുകളൊക്കെ പിന്നെ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ കോച്ച് പൊസിഷൻ ടുവാർഡ്സ് പിന്നെ ഷൊർണൂർ ടുവാർഡ്സ് തിരുവനന്തപുരം. അത് മനസ്സിലാക്കി നമ്മളെ ട്രെയിൻ ഏതിലാണ് വരുന്നതെന്നുള്ള. ഇപ്പൊ വെച്ചാല് ഇപ്പൊ അടുത്ത് കുറച്ച് മാസമായിട്ടുള്ള നല്ല ഒരു സംവിധാനം. ഞാനൊന്ന് നേരത്തെ ആഗ്രഹിച്ചു പോയ ഒരു സംഭവമാണ്. ഇപ്പൊ ഒരു ഡിജിറ്റൽ ഒരു TV പോലെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം റെയിൽവേ ഒക്കെ വന്നിട്ടുണ്ട്. അത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ വേർ പിന്നെ ഇസ് മൈ അപ്പൊ ട്രെയിൻ നമ്മളെ ആപ്പിലൊക്കെ ഉള്ള സീറ്റ് കോച്ച് ഏതാണ്? പൊസിഷനൊക്കെ ഏകദേശം കറക്റ്റായിട്ട് തന്നെയാണോ വരാറുള്ളത്? അതെ അതെ, കോച്ച് പൊസിഷന് പിന്നെ അതില് അതാണ് നമുക്ക് ഇപ്പൊ സാധാരണ ഇപ്പൊ അധികം ആളുകളും വണ്ടിയിൽ ആരും യൂസ് നോക്കിയാൽ ചെയ്യുന്നത് വേർ അതാണ്. ഇസ് മൈ അതെ. ട്രെയിൻ എന്നൊരു ആപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ വെച്ചാല് പിന്നെ ട്രെയിനുകളിൽ നേരെ ഓപ്പോസിറ്റും വരാം. അപ്പൊ നമ്മൾ S1 പിന്നെ 5 കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഒരു സ്ഥിരം ഓടുന്ന ഒരു വണ്ടി, ആ വണ്ടിക്ക് കുറെ വണ്ടി ഉണ്ടാവുമല്ലോ. ഒരു വണ്ടി അവിടെ പോയാലും 6 വണ്ടി റണ്ണിങ്ങിലായിരിക്കും. അപ്പോൾ അതിന്റെ കോച്ച് പൊസിഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവരുടെ ഇത് സ്ഥിരം അത് തന്നെ ആയിരിക്കും കാണിക്കുക. നമ്മള് കൺഫേം ചെയ്യേണ്ടത് ശേഷം തന്നെ പോയി മനസ്സിലാക്കേണ്ടതാണ്. അത് വെച്ചാൽ കുഞ്ഞുങ്ങളും ഫാമിലിയൊക്കെ ഉള്ള ആളാണെങ്കിൽ പിന്നെ ഫ്രണ്ടിലാണ് ഇതിൽ കാണിച്ചാൽ ചിലപ്പോൾ നേരെ ബാക്കിലായിരിക്കും. ഇവരെയും കൊണ്ട് ഓടേണ്ട സ്റ്റേഷനിൽ നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് വെച്ചാൽ ഈ ആപ്പ് നോക്കി അതില് അതായിരിക്കും ശരി എന്ന് മനസ്സിലാക്കിയ റെയിൽവേയില് പിന്നെ അപ്പൊ അതില് പിന്നെ റെയിൽവേന്റെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, ഓതറൈസ് ആപ്പാണ്. അതിന്റെ പേര് ക്രിസ് NTES, നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം. അത് ആപ്പ് പിന്നെ കാണും, ക്രിസ് ആണ് സെൻട്രലൈസ്ഡ് റെയിൽവേ. പിന്നെ അത് ഇപ്പൊ അതില് കോച്ച് പൊസിഷൻ കൂടി വരുന്നുണ്ട്. നമ്മൾ അതിൽ അടിച്ചു കൊടുത്താല് പിന്നെ കൃത്യമായ എവിടെ എത്തി ട്രെയിന് വളരെ പക്കയായിരിക്കും അത്.
അതില് പിന്നെ വണ്ടിന്റെ കോച്ച് പൊസിഷൻ കൂടി അതിൽ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മാസമായിട്ട്. അതും ഈ പിന്നെ ഇതന്നെ ഇതിനൊക്കെ പിന്നെ ഇതാക്കിയിട്ടാണ് ഈ മറ്റു ആപ്പുകൾ നമുക്ക് പിന്നെ ട്രെയിൻ എവിടെ എത്തി എന്നൊക്കെ കാണിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ അത് മറ്റു ആപ്പുകൾ ചിലപ്പോ മറ്റു ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൃത്യ സ്ഥലം ചിലപ്പോൾ കാണിച്ചോണമെന്നില്ല. മാത്രം ഇതില് കറക്റ്റ് ആണ്. കോച്ച് പൊസിഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി റെയിൽവേ പോയില്ലെങ്കിലും പിന്നെ ഇതില് ഓക്കെ പ്ലാറ്റ്ഫോം നമ്പർ ഏതിലാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കൂടുതൽ ഇപ്പൊ അതാണ് ഉപയോഗിക്കുന്നത്. സ്റ്റേഷനിൽ പോയി നോക്കുകയാണെങ്കിലും ഇതുവരെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇതിനോടെ അനുബന്ധമായിട്ടൊന്ന് ചോദിക്കണം. ഞാൻ ഇപ്പം ഇന്ന് രാത്രി ചെന്നൈക്ക് പോവാണ്. ആ അപ്പോൾ നമ്മുടെ ടിക്കറ്റിലുള്ളത് ഏതായാലും നല്ല സാഹചര്യത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതായാലും അധരമകനെ കിട്ടിയതുകൊണ്ട് വലിയൊരു ഉപകാരമായി. അപ്പം അതിൽ ടിക്കറ്റിനകത്ത് RAC ആണുള്ളത്. ആ അപ്പോൾ ഈ RAC എന്താന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ എന്നെ പോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഇതുപോലെ അത് നല്ല AC ആണെന്ന് അതെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അതെ അതൊരു AC-യിൽ ഇരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ RAC എന്താന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നാവും. ഈ RAC എന്ന് പറഞ്ഞാല് എന്റെ കറക്റ്റ് ഇത് ഓർമ്മയില്ല പ്ലാറ്റ്ഫോം. പിന്നെ നമ്മള് വെച്ചാല് ഒരു ട്രെയിനിൽ കുറെ ഇതുണ്ട് വെച്ചാല് കാസർഗോഡ് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന മാവൽ എക്സ്പ്രസ് തന്നെ എടുക്കാം നമുക്ക്. കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതില് കുറെ കോട്ടകളുണ്ട് റെയിൽവേയിൽ. ഒന്ന് ജനറൽ കോട്ടയാണ്. നമ്മൾ എടുക്കുമ്പോൾ ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. അത് ഇവിടുന്ന് അവിടം വരെയുള്ള അതിനൊരു ഇതുണ്ടാവും. പിന്നെ ഇത്ര സ്ഥലം മുതൽ ഇത്ര സ്ഥലം വരെ വെച്ചാല് എക്സാമ്പിൾ ചിലപ്പോ അത് കൊയിലാണ്ടി വരെയോ പിന്നെ പല ട്രെയിനിലും മാറ്റം വരും. പിന്നെ അതിലായിരിക്കും നമുക്ക് RAC കിട്ടുക. വെച്ചാല് ഈ കോച്ച് പറഞ്ഞല്ലോ സൈഡില് രണ്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പർ പിന്നെ ലോവർ സൈഡ് അപ്പർ എന്ന് പറയും. സൈഡിലുള്ള സീറ്റ് നമുക്ക് മടക്കി ഇരിക്കാനും കിടക്കാനും പറ്റും. നിർത്തി വെച്ചാല് ഇരിക്കാനും മറ്റേ കിടക്കാൻ പറ്റുമല്ലോ. അപ്പൊ നല്ല തിരക്കുള്ള സമയങ്ങൾ ഇവര് പിന്നെ ആളുകൾക്ക് പിന്നെ വരുന്നതാണ് വെയിറ്റിംഗ് ലിസ്റ്റ്. ചിലപ്പോ 20-30 ഒറ്റ കാണും. അപ്പൊ പറയും കുറഞ്ഞ വെയിറ്റിംഗ് ലിസ്റ്റല്ലേ ഉള്ളൂ, നമുക്ക് കൺഫേം ആവാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയാം. വെച്ചാൽ ഈ മൊത്തം ഒരു 10 ബോഗി ഉണ്ടെങ്കിൽ ആ 10ന്റെ സൈഡ് സീറ്റ് കംപ്ലീറ്റ് ഇവര് പിന്നെ റെയിൽവേ പിന്നെ ഇരിക്കാനായിരിക്കും RAC-കാർക്ക് കൊടുക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ RAC പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ നോക്കിയാൽ 130 വരെ RAC വന്ന ടിക്കറ്റുകളുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് RAC വെയിറ്റിംഗ് ലിസ്റ്റ് 1ലേക്ക് വരിക. പിന്നെ മനസ്സിലായില്ലേ? അപ്പൊ ഇത് RAC കൂടി പിന്നെ ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ 10 RAC ആണെങ്കിൽ 10 ക്യാൻസലേഷൻ വന്നാലേ നിങ്ങൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ പിന്നെ കിടക്കാനുള്ള ബെർത്ത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് പോകേണ്ടി വരും. അതാണ് ഈ RAC ആയിട്ട് മനസ്സിലാക്കേണ്ടത്. കിടക്കാൻ പറ്റില്ല. മാത്രം സീറ്റ് കൺഫേം ആണ്. നമുക്ക് ആ ട്രെയിനിൽ കയറി പോവാം. സീറ്റ് ഉണ്ട് അവിടെ, ഇരിക്കാൻ പറ്റും. പിന്നെ എത്രയാണോ RAC ഉള്ളത് അത് മുഴുവനും ക്യാൻസൽ. പിന്നെ നല്ല തിരക്കാണെങ്കിൽ പലരും RAC-യിലായിരിക്കും ഉണ്ടാവുക. അല്ലാത്ത സമയത്തൊക്കെ അത്യാവശ്യം ചെറിയ RAC-യിലാണെങ്കിൽ അത് നമുക്ക് കൺഫേം ആയിട്ട് ബർത്ത് കിട്ടലാണ്. ഓക്കെ അദ്രമക, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സമകാലത്തിന് സമയം അവസാനിക്കാറാവുമ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ദഅ്വ കൂട്ടായ്മക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു ടാസ്ക്, ഇങ്ങനത്തെ ഒരു ഏരിയ ഏറ്റെടുത്തത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ അവിടെ ഒരുപാട് പണ്ഡിതന്മാർക്കും നമ്മുടെ ദാഴിമാർക്കും ഒക്കെ ഇത്തരത്തിൽ ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന, അവരുടെ യാത്ര കൃത്യമായി ക്രമീകരിക്കുന്ന വേളയിൽ അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതിൽ 1-2 ഷെയർ ചെയ്യുമോ? പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതില് വെച്ചാല് നമ്മളൊരു ഒരു കൊല്ലത്തുള്ള ഒരു പ്രോഗ്രാമില് മൂപ്പർക്ക് പിന്നെ 4 മണിക്ക് എത്തേണ്ട ഒരു പ്രോഗ്രാമാണ്. അദ്ദേഹത്തിന് മൂപ്പര് പിന്നെ സാധാരണ സ്ഥിരം വിളിച്ച് മൂപ്പര് യാത്രക്ക് പേഴ്സണലായി പറയുന്ന ആളാണ്. അപ്പോ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ കാറിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അവസാനം രാത്രിയാണ് വിളിക്കുന്നത്. എനിക്ക് നല്ല തലവേദനയാണ്, സുഖമില്ല, പ്രോഗ്രാമിന് എത്തൽ നിർബന്ധമാണ്, പിന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. അബ്ദുറഹ്മാനെ എന്താ അത് ട്രെയിൻ ഞാൻ നോക്കുമ്പോഴേക്ക് പിന്നെ ഉള്ള ജൻശതാബ്ദി എക്സ്പ്രസ് ആണ്. മൂപ്പര് ജൻശതാബ്ദിയിൽ യാത്ര ചെയ്താലേ കയറാൻ പറ്റും. അപ്പോ പിന്നെ ജൻശതാബ്ദിയിലാണെങ്കിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റൂല. ജനറൽ ടിക്കറ്റ് ഇല്ലാത്ത ട്രെയിനിൽ പിന്നെ TTR ഫൈൻ ആയിരിക്കും. അവർ റെയിൽവേന്റെ റൂളാണ് അത്. മൂപ്പർക്ക് ജനറൽ ടിക്കറ്റ് എടുത്ത് അതിൽ കയറാൻ പറ്റൂല. പിന്നെ ഇതിൽ നിർബന്ധമായിട്ട് പോയും കാണും. പിന്നെ കോഴിക്കോട് നിന്നാണ് യാത്ര. അപ്പോ അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ചാർട്ടിങ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കുറെ ചാർട്ടിങ് സ്റ്റേഷൻ അത് നമുക്ക് ട്രെയിനിൽ നോക്കിയാൽ മനസ്സിലാവും. അറിയുന്ന ആളുകൾക്ക് പിന്നെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ മൂപ്പര് വെച്ചാല് ഞാൻ കോഴിക്കോട് നിന്ന് ഷൊർണൂർ വരെ മൂപ്പർക്ക് ടിക്കറ്റ് എടുത്തു. മൂപ്പര് ട്രെയിൻ കയറി ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക്
പിന്നെ അടുത്ത ചാർട്ടാകുന്ന സമയത്ത് വേറൊരു ടിക്കറ്റ് എടുത്തു കൊടുത്തു. അവിടുന്ന് എറണാകുളത്തേക്ക് വേറൊരു ടിക്കറ്റ് എടുത്തു. എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് വേറൊരു ഒരേ ട്രെയിനിലാണ് മൂപ്പര് ഓരോ സ്ഥലത്തെത്തുമ്പോൾ അടുത്ത സ്റ്റേഷനിൽ പിന്നെ സീറ്റിലേക്ക് മാറിക്കാർ അങ്ങനെ മാറി മാറി മൂപ്പര് ആ അവിടെ എത്തി. ഒരനുഭവം അതാണ്. പിന്നെ ഒരു ദിവസം പിന്നൊരു ഇതായി ഇതേപോലെ ഒരാൾ വിളിക്കാൻ ഇന്നാള് നിങ്ങളെ വിളിച്ചിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഒന്ന് അദ്ദേഹം അത്യാവശ്യം വിളിക്കണം, മൂപ്പർക്ക് ബാംഗ്ലൂർ പോകാനുള്ളതാണ്. മൂപ്പരെ വിളിക്കുമ്പോൾ മൂപ്പര് ഷൊർണൂർ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അതില് ഞങ്ങൾക്ക് രാവിലെ 9 അവിടെ പ്രോഗ്രാം ഉണ്ട്, പെട്ടെന്ന് തീരുമാനിച്ചതാണ്, എത്ര നിർബന്ധമാണ്. ഇവര് വരുന്ന ഷൊർണൂർന്ന് ട്രെയിനില്ല, ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ പോയി കഴിഞ്ഞാൽ വണ്ടിയില്ല, എന്താ വേണ്ടത് എന്നുള്ള ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോഴ് പിന്നെ ഷൊർണൂർ വഴി പോകുന്ന ട്രെയിൻ ഉണ്ട്, പിന്നെ പാലക്കാട് വഴി വേറെ റൂട്ട് ഉണ്ട്, ബാംഗ്ലൂരൊക്കെ പോകുന്ന ട്രെയിനുകൾ. കൊങ്കണല്ല ഈ ഭാഗത്ത് കാസർഗോഡ് ഭാഗത്ത് ഈ ഷൊർണൂർ ഇങ്ങോട്ട് വരും, ഒന്ന് പാലക്കാട് ഷൊർണൂർ ടച്ച് ആകാത്ത. അത് ഞാൻ നോക്കുമ്പോ പിന്നെ പിന്നെ തൃശ്ശൂർ വഴി ഒരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പൊ മൂപ്പരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പാലക്കാട് പോവാ അല്ലെങ്കിൽ തൃശ്ശൂർ പോവാ. അപ്പോഴേ മൂപ്പര് തൃശ്ശൂരിലേക്കുള്ള ട്രെയിൻ കയറുകയും ചെയ്ത്. ആരോ പറഞ്ഞു തൃശ്ശൂർ ചിലപ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ മൂപ്പർക്ക് ട്രെയിൻ കിട്ടി, ഓക്കെ ടിക്കറ്റ് കിട്ടി. ഒരു മണിക്കൂർ കഴിയുമ്പോൾ മൂപ്പര് ആ ട്രെയിനിൽ ബാംഗ്ലൂർ ഭാഗത്തായി പോയി. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു എനിക്ക് സ്ലീപ്പർ ലോ ബർത്താണ് കൂടുതൽ ഇഷ്ടം, അത് കിട്ടുക. അതും കിട്ടി. അപ്പൊ പിന്നെ കയറിയ ശേഷം വിളിക്കുന്നത് ഞങ്ങൾക്ക് രാത്രി 8 മണിക്ക് ശേഷം തിരിച്ചു വരണോ, രാവിലെ നാട്ടിലെത്തണം, ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പൊ അത് നോക്കുമ്പോ അതും ടിക്കറ്റ് കിട്ടി. അതൊക്കെ ഭയങ്കര അനുഭവമാണ്. മാഷാ അല്ലാ. പിന്നെ ഏതായാലും നല്ലൊരു സേവനം തന്നെയാണ് അത്. അതെ അതെ പിന്നൊരു രസകര അനുഭവം വെച്ചാല് ഞങ്ങള് ഒരു ദിവസം കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഒരു യോഗ കഴിഞ്ഞ് തിരിച്ചു വരാം കണ്ണൂരിൽ നിന്ന്. അപ്പൊ ഞങ്ങളുടെ സീറ്റിൽ ഒരാൾ ഇരുന്നിട്ടുണ്ട്. അപ്പോ TTR മൂപ്പരെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മൂപ്പർക്ക് അഹമ്മദാബാദ് പോകേണ്ടതാണ്. അപ്പൊ അതിലൂടെ ആഡ് ചെയ്യേണ്ട ചില ആൾക്ക് ഒന്നിലധികം ആളുകൾ ടിക്കറ്റ് ഉണ്ടാവും, 2-3 ആളുകൾ ഉണ്ടാവും. അപ്പൊ മൂപ്പര് ഓൾറെഡി 2 മാസം മുമ്പ് ടിക്കറ്റ് എടുത്തതാണ്. അപ്പം കൂട്ടുകാരനാണ് എടുത്തത്. മൂപ്പര് എന്താ വെച്ചാല് മൂപ്പര് അബദ്ധമാണ്, അശ്രദ്ധയാണ്. രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് അതിൽ ശ്രദ്ധിക്കണം വെച്ചാൽ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഒന്നിലധികം ടിക്കറ്റ് എടുത്തിന് 2-3 ഉണ്ടെങ്കിൽ ആരാണോ യാത്ര ചെയ്യാത്ത അവരുടെ ടിക്കറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, അവരെ മാത്രം ഒഴിവാക്കിയിട്ട്. മൂപ്പരാകെ പ്രതിസന്ധിയിലായി. അപ്പൊ മൂപ്പരാണെങ്കിൽ ജനറലിൽ ഇവിടെ കയറി TTR മൂപ്പർക്ക് നമ്മൾ മുമ്പ് തന്നെ ഫൈൻ അടിച്ച് നമ്മള് സീറ്റിൽ കയറി ഇരുന്നുകൊണ്ട് നിങ്ങളോട് നേരത്തെ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ ഞാന് നോക്കുമ്പോ അഹമ്മദാബാദിലേക്കാണ് മൂപ്പർ പോകേണ്ടത്. ഞാന് നോക്കുമ്പോ മംഗലാപുരത്ത് നിന്ന് അഹമ്മദാബാദിലേക്ക് ടിക്കറ്റ് ഉണ്ട്. ഞാൻ മൂപ്പർക്ക് സ്പോട്ടിൽ ടിക്കറ്റ് എടുത്തെടുത്ത് മൂപ്പർ റാഹത്തിലായിട്ട് പോയി. സന്തോഷം ഭയങ്കര. ഇങ്ങനെ പ്രതിസന്ധി ആയിട്ട് അത്രയും ദൂരമുള്ള യാത്രയിലുള്ള ഒരാളെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമുക്ക്. അതെ അതെ അൽഹംദുലില്ലാ. അടുത്ത കോച്ചിൽ മുമ്പ് കയറി പോകേണ്ടതാണ്, അത് TTR ആണ്. ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞ TTR മുമ്പിൽ പോകുന്നൊക്കെ വിഷയമാണ്. അത് നമുക്കൊരു പ്രശ്നം കേട്ടോ, നിങ്ങളിത് ഇങ്ങനെ ഏറ്റവും അവസാന മൊമെന്റിൽ വരെ എത്ര വിജയപ്രദമായി ടിക്കറ്റ് എടുത്തെടുക്കേണ്ടത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. വിളി കൂടുതൽ വരുന്ന തോന്നുന്നത് അവസാനത്തേക്കുള്ള സമയത്ത് കുറച്ച് നേരം ഇപ്പൊ 1-2 ആൾക്കാരെ പ്രയാസം തീർത്ത് കൊടുത്തിട്ട് ഇപ്പൊ ഇരിക്കുന്നതാണ്. നിങ്ങൾ കുറച്ച് പരാജയപ്പെട്ട അനുഭവങ്ങൾ കൂടി പറഞ്ഞോളി. അവസാനം വെച്ച് പറഞ്ഞിട്ടേ ഇത് നടക്കാതെ പോയതിന്റെ അനുഭവം കൂടി പറഞ്ഞോളി, ഇല്ലെങ്കിൽ എല്ലാരും അവസാനം പറയാ. എല്ലാരും വിളിക്കും, സ്റ്റേഷനിൽ നിന്നേക്കാരം വിളിക്കുക. പിന്നെ പണിക്കൊക്കെ നിർത്തേണ്ടി വരും. അപ്പൊ ഏതായാലും സമയം ചെലവാക്കേണ്ടി വരുന്നതാണ്. ആൾക്കാർ നമ്മളോട് പറയുമ്പോ പല സംശയങ്ങൾ ചോദിക്കും, പല വിഷയത്തിൽ അറിയാത്തതിൽ അതിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതൊക്കെ അന്ന് അല്ല. എന്തായാലും അൽഹംദുലില്ലാ നമുക്ക് പല ആളുകളും യാത്രയിൽ പ്രയാസം ഇത് ഇടപെടാൻ പറ്റുന്നത് വളരെ സന്തോഷമാണ്. ഷമീൽ തന്നെ കണ്ട നമ്മളെ പ്രോഫാണ് തിരുവനന്തപുരത്ത് നിരന്തര യാത്രകളില് ഷമീലൊക്കെ അറിയാം. നമ്മള് തായ്മാലിന് ടിക്കറ്റ് എടുക്കാത്ത തോന്നുന്നുണ്ട്. അതൊരു ഇടപെടാൻ സന്തോഷമുള്ള കാര്യമാണ്, ഒരു പുണ്യമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ആ ഒരു സേവനം. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് പോയപ്പോഴും അബ്ദുറഹ്മാൻ ടിക്കറ്റ് എടുത്തത് അതൊരു ദൈവത്തിന്റെ ഭാഗമാണ്, യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. മാഷാ അല്ലാഹ് നല്ലൊരു സേവനമാണ്. മാത്രമല്ല എനിക്കിപ്പോ ഈ ഡൗട്ടുകളൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോ ഒരു റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അതേ രൂപത്തിൽ തന്നെയാണ് അത് നമുക്ക് അതിന്റെ മറുപടി നൽകിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സമകാലികത്തിന്റെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഏതായാലും
അബ്ദുറഹ്മാൻക്ക റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അതിൻ്റെ ടിക്കറ്റുകൾ, അതിൻ്റെ ചാർജ്, തത്കാൽ, RAC, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളോട് ഇനിയും കുറേ അതെ. കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അല്ലെ ഇങ്ങനെ. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ പറയുന്ന ആ രൂപത്തിൽ തന്നെയാണ് എന്ത് അതെ ചെയ്തത്, അതെ അദ്ദേഹം വളരെ കൃത്യമായി മറുപടി പറഞ്ഞത്. അത് അദ്ദേഹം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം റെയിൽവേയിൽ ഏതോ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അത്ര കൃത്യമായിട്ട് എല്ലാം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ദഅ്വാ കൂട്ടായ്മക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതെ ദാഴിമാരുടെ അതെ ഒക്കെ യാത്രക്ക്, ഭാരവാഹികളുടെ ഒക്കെ ഉം. യാത്രക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പഠിച്ചെടുത്തതെന്ന് പറഞ്ഞപ്പോൾ ആ നിലക്ക് അള്ളാഹു അത് അർഹമായ പ്രതിഫലം നൽകട്ടെ, നമുക്ക് അതെ പ്രാർത്ഥിക്കാം.